ദീപക് ഇന്നിപ്പോൾ പോൺടൂൺസ് കൊണ്ടുവരുമ്പോൾ ദീപക് ഗോവയിൽ നിന്നുള്ള പോൺടൂൺസ് അവിടേക്ക് എത്തിച്ചിട്ടുണ്ടോ? അത് നദിയിൽ ഇപ്പോൾ സ്ഥാപിച്ച് ഒഴുക്കിന് എത്രത്തോളം അത് അനുയോജ്യമാണ്? ഒഴുക്കിൽ പൊങ്ങിക്കിടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള നദിയിലെ പരിശോധന, ഈ പോൺടൂൺസിന്റെ ഒരു കപ്പാസിറ്റി പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു നേവി. ആ കപ്പാസിറ്റി പരിശോധിച്ചു തുടങ്ങിയോ? 10 മണിയോടെ ദൗത്യം ആരംഭിക്കുമെന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോണ്ടൂൺസ് ഈ മേഖലയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം കഴിയുന്നതോടുകൂടി തന്നെ ഏതാണ്ട് 10:30 എന്നുള്ളതാണ് നേരത്തെ മിനിസ്റ്ററിയൊക്കെ നമ്മൾ കണ്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അല്പസമയം കഴിയുന്നതോടുകൂടി ആ പോണ്ടൂൺസ് ഈ മേഖലയിലേക്ക് എത്തും. ഓക്കെ ഈ മേഖലയിലേക്ക് എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ അത് മിനിസ്റ്റേഴ്സൊക്കെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു പോവുകയാണ്. ഷിരൂരിലേക്ക് മിനിസ്റ്റേഴ്സ് കടന്നു പോവുകയാണ്. അവിടെ ദൗത്യ സംഘത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ മേഖലയിലേക്ക് കടന്നുപോയിരിക്കുന്നു. MLA-മാരായ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ, MLA ബിജിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നുണ്ട്. AK അഷ്റഫ് ഉണ്ട്. അങ്ങനെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റ് പ്രതിനിധികളൊക്കെ തന്നെ ആ മേഖലയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു ദൗത്യം എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ഈശ്വർ മൽപേ പോലെയുള്ള ഒരു ടീം കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നത്. അത് വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഈ ഒരു ദൗത്യ സംഘത്തിന് നൽകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 ഫീറ്റ് വരെ താഴേക്ക് പോയിട്ട്, അതായത് ഗംഗാവലിയുടെ താഴെത്തട്ടിൽ പോയി അവിടെ മണ്ണിൻ്റെ സാന്നിധ്യത്തിൽ അത് പുതഞ്ഞു മൂടിക്കിടക്കുന്ന അവസ്ഥയിലുള്ള വാഹനത്തെ പോലും കണ്ടെത്താനും അത് കൃത്യമായി ആ മണ്ണിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ നിന്നും മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെ ശേഖരിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം തന്നെ ഈശ്വർ മാൽപേയുടെ സംഘം വന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഉടുപ്പിയിൽ നിന്നുള്ള ഈ ടീമിന്റെ ഒരു എഫിഷ്യൻസി പല ഘട്ടങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ്. ഈ മാസം തന്നെ അവർ അത്തരം റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമാണ്. ഒപ്പം തന്നെ ഈ ഒഴുക്കിനെ ഭേദിച്ച് നീന്തി പരിശീലനം കിട്ടിയിട്ടുള്ള അങ്ങനെയുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പ്രാദേശികമായി തന്നെ അവരെ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈശ്വർ മാൽപേയും സംഘവും നേവിയുടെ ടീമിനൊപ്പം ഒന്നിച്ചുള്ള ഒരു ദൗത്യത്തിലേക്ക് പോവുകയാണോ? അങ്ങനെയാണോ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്? അവരുടെ ഡിങ്കി ബോട്ടുകളുണ്ടോ, അതോ നേവിയുടെ ഡിങ്കി ബോട്ടുകളിൽ കയറി അവരാദ്യം ഒന്ന് ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന പോയിന്റ് നമ്പർ 4 അല്ലെങ്കിൽ ഈ 3 മീറ്റർ താഴെയായി മൺകൂനയ്ക്കടിയിൽ ഉണ്ടെന്ന് കരുതുന്ന ഭാഗത്തേക്ക് അവർ ഇപ്പോൾ തന്നെ നീങ്ങുകയാണോ, അതോ പോണ്ടൂൺസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ പോണ്ടൂൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ഈശ്വർ മൽപേയും സംഘവും പറയുന്നത്. അതായത് ഇന്നലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന 2 ബോട്ടുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരിലേക്ക് നൽകിയതുമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് നേവിക്ക് സഹായകരമാകുന്ന വിധത്തിൽ കൂടുതൽ അവിടെ ഡിങ്കി ബോട്ട് ആങ്കർ ചെയ്യുന്നതിനടക്കം വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ബോട്ട് എത്തിച്ചത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ടത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുന്നതും SP ഉൾപ്പെടെ ഈ ടീമിനെ ബന്ധപ്പെടുന്നതും. അങ്ങനെയാണ് ഇന്ന് അവരിവിടേക്ക് എത്തുന്നത്. അപ്പോൾ പോണ്ടൂൺസ് ഇവിടേക്ക് എത്തുന്ന ആ ഒരു സമയത്തിന് മുന്നേ തന്നെ, അതായത് 11 മണിയോടുകൂടി തന്നെ ഈ സംഘത്തിന് അവരുടെ ദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ 8-അംഗ സംഘം നേവിയുടെ സഹായത്തോടെ തന്നെ ഗംഗാവലിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് അതിലെ അണ്ടർ കറന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും 3-അംഗ സംഘം, 3 ഡൈവേഴ്സ് കൃത്യമായി ഇതിൽ മുങ്ങാങ്കുഴിയിട്ട് ആ മേഖലയിലേക്ക്, അതായത് നമ്മൾ നേരത്തെ സ്ഥിരീകരിച്ച 4ാമത്തെ സ്പോട്ടിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുക. അങ്ങനെ 4ാമത്തെ സ്പോട്ട് കൃത്യമായി കണ്ടെത്തിക്കഴിഞ്ഞ ആ മേഖലയിലേക്ക് താഴേക്ക് ആങ്കർ ചെയ്തുകൊണ്ട് കയറിൽ പിടിച്ച് പോകുമെന്നുള്ളതാണ് ഈശ്വർ മൽപേ പറയുന്നത്. ആ കയറിൽ പിടിച്ച് അല്പസമയം അവിടെ തങ്ങാൻ പറ്റുന്ന രീതിയിൽ കപ്പാസിറ്റിയുള്ള ഡൈവേഴ്സാണ് എന്നുള്ളത് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവർ താഴേക്ക് പോയതിന് ശേഷം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലോഹ പാർട്ടുകൾ ഉണ്ടോ എന്നുള്ളത് കൈകൊണ്ട് തപ്പി നോക്കി കണ്ടെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ലോഹ പാർട്ടുകൾ ഉണ്ട് എങ്കിൽ അത് ലോറിയാകുമ്പോൾ സ്വാഭാവികമായും അത്രയും വലിപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കണ്ടെത്താൻ എളുപ്പമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മണ്ണ് പുതഞ്ഞു കിടക്കുന്ന സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകും. ആ മൺതിട്ട നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അകത്താണ് ഇത്തരത്തിൽ ഒരു ശക്തമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മേജർ M ഇന്ദ്രപാൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണ് പിന്നീട് മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു ദൗത്യം. നേരത്തെയൊക്കെ തന്നെ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. പ്രത്യേകിച്ച് പോണ്ടൂണുകൾ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിച്ചാലും എക്സ്കവേറ്റേഴ്സ് അതിലേക്ക് കയറ്റി ആ മേഖലയിൽ, അതായത് ഈ ഗംഗാവലിയുടെ കുത്തൊഴുക്കുള്ള ഗംഗാവലിയുടെ ഒത്ത നടുക്കിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ മണ്ണ് നീക്കുന്ന പ്രവർത്തനങ്ങൾ സാധ്യമാകുമോ എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ നിലനിന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈശ്വർ മൽപേയും സംഘവും എത്തുന്നതും അവർ വളരെ കോൺഫിഡൻസോട് കൂടി പറയുന്നതും ആ ആങ്കർ ഉപയോഗിച്ച് താഴേക്ക് ഘടിപ്പിക്കുകയും അവിടേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ മണ്ണ് നീക്കാനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ പൂർണ്ണമായും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതായി.